നമ്മൾ ഈ ചെയ്യുന്ന മരുന്ന് കണ്ടിന്യൂസ് വളവും മരുന്ന് ചെയ്താൽ ഈ കൊടി രക്ഷപ്പെടും. ഒരു പ്രാവശ്യം ചെയ്തിട്ട് പിന്നീട് അടുത്ത വർഷം മുളക് പറിക്കാൻ പോയാൽ കൊടി ഉണ്ടാവില്ല. 1 കിലോ കുറഞ്ഞ പ്രശ്നം 1 കിലോ കുറഞ്ഞ പ്രശ്നം നമ്മൾ ആ മനസ്സിനാണ് അതിനാ ഞാൻ കൈ കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്യും, ഈ റേറ്റിൽ അണുക്കൾ ചത്തു പരിസരത്തേക്ക് പോയില്ല. അതിനടിച്ച് ചെന്നിട്ടുണ്ട് അതും അഡ്വാൻസ് ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഒരു കാലത്ത് കേരളത്തിൻ്റെ നട്ടെല്ലായിരുന്ന കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളക് കൃഷിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. കണ്ണൂർ ജില്ലയിലെ കല്ലുവേൽ എന്ന സ്ഥലത്തെ ഒരു പ്രശസ്തനായ കർഷകനാണ് ശ്രീ ഫ്രാൻസിസ് തെക്കേടത്ത്. ഞങ്ങളൊക്കെ കുഞ്ഞേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുരുമുളക് തോട്ടമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് അനുഭവങ്ങളും നമ്മളോട് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. കുരുമുളക് കൃഷിയോട് താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ. കുറച്ച് ലെങ്തി വീഡിയോ ആണ്. നമ്മൾ മൊബൈൽ ഫോണിൽ പിടിച്ചതുകൊണ്ട് അതിൻ്റേതായ പരിമിതികളൊക്കെ ഉണ്ടാവാം. അത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. മുൻപൊരു റബ്ബർ തോട്ടമായിരുന്ന ഈ സ്ഥലത്തെ റബ്ബറുകളൊക്കെ മുറിച്ചതിന് ശേഷം കുറ്റികളൊക്കെ JCB ഉപയോഗിച്ച് പറിച്ച് നീക്കി പ്ലാറ്റ്ഫോം വലിച്ചിട്ടാണ് അദ്ദേഹം മൊത്തം പ്ലാവിൻ്റെ തൈകൾ നട്ട് അതിൽ കുരുമുളക് വള്ളികൾ കയറ്റിയത്. 4 വർഷം പ്രായമായ കുരുമുളക് തോട്ടം നമ്മൾ കാണുമ്പോൾ ഈ തോട്ടം 4 വർഷം ആയതേ ഉള്ളൂ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള കുരുമുളക് വള്ളികളാണ് അദ്ദേഹത്തിൻ്റെ. അതിന് കാരണം അദ്ദേഹം കൃത്യമായിട്ട് അതിനെ പരിപാലിക്കുകയും കൃത്യമായ രീതിയിലുള്ള വളപ്രയോഗവും മരുന്നടിക്കലൊക്കെ ചെയ്യുന്നതുകൊണ്ട് കേടുകളൊന്നുമില്ലാതെ ആ തോട്ടം നന്നായിട്ട് നിലനിന്ന് പോകുന്നുണ്ട്. അതുമാത്രമല്ല അദ്ദേഹത്തിന് എല്ലാ വർഷവും ആവറേജ് മുളകും കിട്ടുന്നുണ്ട്. പല സ്ഥലത്തും മുളക് കുറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഒരു മിനിമം എപ്പോഴും വിളവ് ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലെ ഇനങ്ങൾ പന്നിയൂർ 1 മുതൽ പന്നിയൂർ 10 വരെയുള്ള ഇനങ്ങളുണ്ട്. ആ കൂടെ തന്നെയാണ് പെരിങ്കൊടി, കൂമ്പുക്കൻ, അർക്കളമുണ്ടി, കരിമുണ്ട എന്ന് വേണ്ട ഒരുവിധ എല്ലാ ഇനങ്ങളും ഉണ്ട്. പക്ഷേ കൂടുതലും കണ്ടത് കൂമ്പുക്കലും പന്നിയൂർ 1 ഒരു കാലത്ത് കുരുമുളക് കൃഷിയിൽ നമ്പർ 1 ആയിരുന്ന നമ്മുടെ കേരളത്തിൽ പുൽപ്പള്ളി ഏരിയയിലായിരുന്നു ഏറ്റവും കൂടുതൽ കുരുമുളക് കൃഷി ഉണ്ടെന്നാണ് നമ്മുടെ കാരണവന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നീട് പല പല രോഗങ്ങൾ വന്ന് കൊടികളൊക്കെ പോയപ്പം ആളുകൾ ഈ കൃഷി ഉപേക്ഷിക്കാൻ തുടങ്ങി. നമ്മുടെ പിന്നിൽ നിന്ന് പല സംസ്ഥാനങ്ങളും രാജ്യങ്ങളും തന്നെ നമ്മുടെ മുന്നിലെത്തി. ഇപ്പോൾ കർണാടക സ്റ്റേറ്റ് ആണ് നമ്മളെക്കാൾ കൂടുതൽ ഉൽപ്പാദനമുള്ള സ്ഥലം എന്നാണ് എൻ്റെ അറിവ്. പിന്നീട് വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ കുരുമുളകിൻ്റെ ഉൽപ്പാദനം കൂടിക്കൂടി പോയി എന്നാണ് നമ്മൾ പല വീഡിയോകളിൽ നിന്നിട്ട് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ട ഒരു പ്രവണത, ഒരുപാട് ആളുകൾ വീണ്ടും കുരുമുളക് കൃഷിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. കാരണം ഞങ്ങൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ ഒരു സെമിനാറിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. അന്ന് അവിടെ വന്ന 100 കണക്കിന് ആളുകൾ, അതിൽ തന്നെ ചെറുപ്പക്കാരാണ് കേട്ടോ കൂടുതലും. ഏറ്റവും കൂടുതൽ ഈ കുരുമുളക് കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിച്ചവരും ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അന്ന് അവിടെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടി. പന്നിയൂർ ഗവേഷണ കേന്ദ്രം ഫ്രാൻസിസ് ചേട്ടനെ ആദരിക്കുകയൊക്കെ ഉണ്ടായി. ഇദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അന്ന് കർഷകരുമായിട്ട് പങ്കുവെക്കുകയും കർഷകരുടെ സംശയങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പം നമുക്ക് കുഞ്ഞേട്ടനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. കുഞ്ഞേട്ട, ഈ കൊടി നട്ടിരിക്കുന്നത് എത്ര അടി അകലത്തിലാണ്? ഇല ചെറിയ ഇല എന്ന് വെച്ചാൽ ഇപ്പം കൂമ്പക്കന, ഇതിപ്പോൾ കൂമ്പക്കന, പിന്നെ പന്നിയൂർ 8, പിന്നെ കരിമുണ്ട. ഇനി ഇല ചെറുത് കാരണം എന്ത് ചെയ്യും, 10 8 കൊടുക്കും. 10 8 കൊടുത്തു വെച്ചാൽ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടും. അതാണ് അതിൻ്റെ തെളിവ്. ഇല്ലേ, അതിട്ട് നോക്കുമ്പോൾ അടി വരെ കിട്ടും. അതായത് ഇല ചെറിയ ഇനങ്ങൾ നമ്മൾ നടുമ്പോൾ കുറച്ച് അടുപ്പം കൊടുക്കാം. ഇല്ല, 10 8 കുറയ്ക്കരുത്. ഈ 10 10 ആയാലും കുഴപ്പമൊന്നുമില്ല, 10 8. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മുളക് വരുന്നത്. ഇല്ലേ, അതെ അതെ. ഈ സെക്ഷൻ ഈ 400 ഈ കൂമ്പക്കനാണ്. അത് പിന്നെ അങ്ങനെ നടത്തുന്നത് പ്രത്യേകം ഇത്രയും ചിരിഞ്ഞിട്ട് നടക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അല്ലേ? കുഞ്ഞായിട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പ്ലാറ്റ്ഫോം വെട്ടിയിട്ട് അതിൻ്റെ മണ്ണ് മേലോട്ട് കയറ്റി കൊടുത്തിരിക്കുന്നത്, വെള്ളം ഇതിൻ്റെ ചോട്ടിൽ നിൽക്കാതെ. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇത്രയും ചെയ്തത് 35 ഡിഗ്രി കുറവില്ല. ഉണ്ടോ, എത്ര ഹൈറ്റ് വ്യത്യാസമുണ്ട്. അങ്ങനെ ചെയ്താൽ ഈ അടിയിൽ വരെ മുളക് കിട്ടും. ഇതിങ്ങനെ അടിയിൽ നിന്ന് കണ്ണി കുത്താനുള്ള കാരണം അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി പറയും. നമ്മളിപ്പോൾ ഈ മുകളിൽ കാണിച്ചു തരാം. അത് വേറെ കേട്ടോ. അത് സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ
ഇത് അതിൻ്റെ അടിയെല്ലാം തന്നെയല്ല എല്ലാം തന്നെ ഉണ്ട്. എല്ലാം അത് ഞാൻ പറഞ്ഞത് എന്തോ സംഭവം അത് വ്യക്തമെന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്തിട്ട് കൊടിയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ടോ ഇതിലേക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു തിപ്പല് വെച്ചിട്ട് അതിൽ നിന്ന് പൊട്ടി പൊട്ടി വന്നാണോ അതോ മൂന്നെണ്ണം ഇങ്ങനെ? ഒന്ന് ഇവിടെ വെച്ചു, ഇത് വെച്ചു, ഇത് പൊട്ടി വന്ന് രണ്ടാക്കിയിട്ട് കൊണ്ടു. ഇതാണ് ഡ്രിപ്പ് ഇതല്ലേ? അതുകൊണ്ട് ഇതാണ് മുളകിനെ വരും. ഇതൊക്കെ കൂമ്പൊക്കെ തന്നെയാണോ? ഇതില്ല, ഈ 400 കൂമ്പാണ്. ഈ ലൈൻ മൊത്തം കൂമ്പൊക്കെ. ഇതൊക്കെ നല്ല രീതിയിൽ കൈപിടുത്തുണ്ട്. പക്ഷെ ഇത് എല്ലായിടത്തും ഇല്ല, അതാണ്. എല്ലായിടത്തും ഇല്ലാതെ സംഭവിച്ചിട്ടുണ്ടാവും. ചില ഷെയ്ഡ് ഉണ്ടാവും. കുഞ്ഞേട്ടൻ ഉപയോഗിക്കുന്ന ഈ മരുന്ന് ഇതാണോ? ഞാൻ ഉപയോഗിക്കുന്ന ഫസ്റ്റിൽ ഉപയോഗിക്കുന്നത് ഇതിന്റെ വളപ്രയോഗവും ഫസ്റ്റ് ആദ്യം നമ്മൾ അടിച്ചോടിക്കുന്നതിൻ്റെ കുഴപ്പമില്ല. ഇപ്പോൾ അതായത് ഒരു മെയ് മാസം ഫസ്റ്റ് 15 കൂടിയിട്ട് അടിച്ചതാ. ഓക്കെ. കുഞ്ഞേട്ടൻ്റെ അഭിപ്രായത്തിൽ മുൻപൊക്കെ തിരുവാതിര ഞാറ്റുവേല സമയത്തായിരുന്നു കുരുമുളക് വള്ളി നട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഈ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വരാൻ തുടങ്ങിയ ശേഷം എല്ലാ സമയത്തും തന്നെ ആളുകൾ ഇപ്പോൾ കുരുമുളക് വള്ളി വെക്കുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഏറ്റവും ഉദാഹരണം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു ഫെബ്രുവരി ആദ്യ വാരം ഏകദേശം 300-ലധികം കുരുമുളക് വള്ളികൾ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തത് എൻ്റെ സ്വന്തം കൃഷിയിടത്തിൽ ഞാൻ വെച്ച് കഴിഞ്ഞു. അത് ഈ 10-20 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരില എടുത്ത് അടുത്ത തളുപ്പും വന്നു. കൃത്യമായി നനയ്ക്കാൻ സൗകര്യമുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞേടൻ്റെ ഈ തോട്ടത്തിലും ഒരുപാട് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത വള്ളികളുണ്ട്. ഒരുവിധം എല്ലാം തന്നെ ഇപ്പോൾ അദ്ദേഹം തിപ്പലിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തുള്ള വള്ളികളൊക്കെ മാറ്റിയിട്ട് പുതിയതിടുന്ന കംപ്ലീറ്റ് തിപ്പലിയിലാണ്. ഇദ്ദേഹത്തിൻ്റെ കുരുമുളക് തോട്ടം മുഴുവൻ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ജലസേചനം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിപ്പലിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്തത് വയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കുരുമുളക് കർഷകരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ 30-35 അടി വളർച്ച എത്തിക്കുമ്പോഴായിരിക്കും താങ്ങുകാല് പോകുന്നത്. അങ്ങനെ ഉണങ്ങിപ്പോയൊരു പ്ലാവിൻ്റെ തൈയാണിത്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അതിൻ്റെ കാരണം. ഈ പ്ലാവ് ഉണങ്ങിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ 25 അടിയോളം ആ ഈ കൊടി ഇപ്പോൾ പോവില്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണങ്ങുന്ന പ്ലാവ്? പണ്ട് ഇവിടെ റബ്ബർ തോട്ടമാണ്. ഈ റബ്ബർ തോട്ടമുള്ള സമയത്ത് മിക്കവാറും ഈ റബ്ബറിന് ഒരു റബ്ബർ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വേറെ കൂടെ അടുത്ത റബ്ബർ ആ ലൈൻ തേച്ച് പോകും. അങ്ങനെ ആ രോഗം തന്നെയാണ് ഇതിന് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് ഒന്ന് പോയി, ഈ സൈഡിലുള്ള അത് പോയി, ഇത് പോയി, അടുത്തൊരു പോയി. അതിന് അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കീടനാശിനി പവറുള്ളൂ. അത് ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ മറ്റേ ചെതലിനൊരു മരുന്നുണ്ട്. അതേതാ മരുന്ന് വെച്ചാൽ അത്ര മെമ്മറി ഒരു മരുന്നുണ്ട്, നല്ല ഭയങ്കര പവറാണ്. ഏത് കമ്പനിയുടെ? ടാറ്റയുടെ. അതെന്ത് ചെയ്യും? 5 മില്ലി 1 വെച്ച് 10 ലിറ്റർ വെച്ച് ഇത് മൊത്തം ചൂടിലേക്ക് ഒഴിക്കും. 5 മില്ലി 1 ലിറ്ററിൽ. അങ്ങനെ അപ്പൊ 50 മില്ലി 10 ലിറ്റർ. 10 അത് ഈ കൊടിയും അടുത്ത കൊടി ഉപയോഗിക്കും. അപ്പോൾ ഇതിന് കൊടുക്കുമ്പോൾ ഈ തൊട്ട് താഴെയില്ലേ അത് കൊടുക്കും, അതിന് കൊടുക്കണ്ട. അപ്പൊ അതിന്റെ സറൗണ്ടിങ്ങിലുള്ളതെല്ലാം കൊടുക്കണം. എല്ലാം കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ സൈഡിൽ അണുക്കൾ ചത്തു പരിസരത്തേക്ക് പോയില്ല. പരിസരത്ത് അതിനടിച്ച് എന്നിട്ടുണ്ട് അതും അഡ്വാൻസ് ചെയ്യാം. ഞാൻ അപ്പുറത്തൊരു തോട്ടം കണ്ടതിൽ ഒരു 10-18 പ്ലാവ് ഇതുപോലെ പോയിട്ട് കൊടി പോയിട്ടുണ്ട്. പക്ഷെ കുഞ്ഞാടന്റെ ഇതുപോലെ 1-2 ഞാൻ കണ്ടിട്ടുണ്ട്. ആഴ്ച നിർബന്ധമായിട്ട് തോട്ടത്തിൽ വന്നിരിക്കണം. ഇപ്പൊ ഒരാഴ്ചയായിട്ട് എനിക്ക് വരാനില്ല, മഴ പെയ്ത് കാരണം വരാൻ പറ്റാത്ത, പിന്നെ അപ്പുറത്ത് പറിക്കുന്നത് കാരണം. കുട്ടികളെ നോക്കണം നോക്കണം നല്ല കാര്യമുള്ളൂ. പിന്നെ മുമ്പ് ചോദിച്ചില്ലേ ഈ അവിടെ മുകളിലത്തെ ഈ P7 നീലിമുട്ട കൂടുതലാണ്. അത് വരാൻ കാര്യം ഈ കൊടിയുടെ വളർച്ച ഭയങ്കര വളർച്ചയാണ്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ കൊടിയുടെ ഇതുപോലെയുള്ള കൊടിയുടെ ഞാൻ മണ്ണ് മാന്തിയിട്ട് ഇങ്ങനെ ചിറ്റിട്ടു. അപ്പൊ എന്താ സംഭവിക്കും? ഇതല്ലേ കുഞ്ഞേട്ടാ നീലിമുട്ട? ഇതാണ് നീലിമുട്ട. ഓക്കെ, നീലിമുട്ട അല്ലേ? ഇതാണ് നീലിമുട്ട. ഇതിന് ജീവനുണ്ടോ? ഇതിന് ജീവനുണ്ട്. മൂവ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ഈ മീലിബഗ് വേര് മീലിമുട്ട എന്നല്ലേ ഇനി പറയുന്നത്?
ഈ സാധനം എന്ത് സംഭവിച്ചാൽ ആൾക്കാർക്ക് അറിയത്തില്ല ഇത് മണ്ണിലുണ്ടെന്ന കാര്യം. ഇതിപ്പം നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ചത്തിട്ടില്ല. ഇത് ഈ നവംബറിൽ മരുന്നടിക്കുന്ന എങ്ങനെയോ അവശേഷിച്ച് രക്ഷപ്പെട്ടു പോയ സാധനം. തണുപ്പുള്ളത് കൊണ്ട് ജീവിച്ചിരിക്കുന്നു. ഇതിപ്പോ ഇങ്ങനെയല്ല നമ്മൾ കടന്നത്. അതെ, ഈ 1 മീറ്റർ ചുറ്റളവില് നമ്മൾ മരുന്ന് തന്നിട്ടുള്ളൂ. ഇത് 1 മീറ്റർ വെളിയിലുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായി. കറക്റ്റ്. അത് സംഭവം കണ്ടോ? ഈ സാധനം വേലിൽ ചൂട് പിടിക്കുമ്പോ പിന്നെ നേരെ ഇത് ചൂട്ടി വരും. അതെ അതെ, കണ്ടോ സംഭവം? സംഗതി തിരിഞ്ഞോ? മനസ്സിലായി മനസ്സിലായി. ഈ സാധനം ഇവിടെ പറ്റി പിടിച്ച് വേനൽക്ക് ഇത് മുഴുവൻ കാർന്നു ചെയ്യും. അങ്ങനെ നീരൂട്ടി കുടിച്ച് ഈ സാധനം മഴ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ചെറിയ പറ്റ് വേര് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കൊടി അവശേഷിച്ച് നിലനിർത്തും. ചെറിയ പറ്റുകൾ മെയിൻ വേരെല്ലാം തിന്നും. അപ്പോൾ എന്ത് സംഭവിക്കുക? ആ മഴ കഴിയുമ്പോൾ ഇതിൻ്റെ അട്ടക്കാലക്കടിയിൽ ആവശ്യമുള്ള വെള്ളം കിട്ടും. മഴ മാറുമ്പോൾ ഈ മഞ്ഞപ്പ് തുടങ്ങും. ഈ മഞ്ഞപ്പ് നോക്കണം, ഇത് ഇലയുടെ അടിയിലെ ഇലയാണ്, അത് പ്രശ്നമല്ല. ഈ ഇലയും കൂടി മഞ്ഞപ്പ് തുടങ്ങും. ഇത് പഴുത്ത് പോകുന്നതാണ്. ഓരോ പ്രകൃതിയെത്താ പോകുന്ന ഇലയാണ്. പക്ഷേ ഈ ഇല എന്ത് ചെയ്യും? ഇത് അവശേഷിക്കുന്ന ഇലയാണ്. അത് ഉള്ളിലടിച്ചിട്ടാണ് കണ്ടോ. മറ്റേ കൊസടി 2000 അങ്ങനെ കിടപ്പുണ്ട് പുറത്ത് കളി. ഇതെല്ലാം കൊസടി 2000 അടിച്ചിട്ടുണ്ട് അന്നിങ്ങനെ കാണുന്നത്. അപ്പോൾ എന്ത് ഈ നീലുമൊട്ട ചോട്ടി കയറിയില്ലേ, ഈ നീലുമൊട്ട ഇവിടെ തിന്നു, മെയിൻ വേരെല്ലാം തിന്നു തീർന്നു. ഓക്കെ, പിന്നെ പോട്ട് അവശേഷിക്കുന്നത് എന്നുള്ള ഈ തൊലി, ഈ എൻ്റെ എല്ല് പോലത്തെ കഷ്ണം ഉണ്ടാവും. ഏത് ഈ വേരുണ്ടാവും. ഈ വേരിനാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? മൊത്തം തീറ്റ കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് അതിൻ്റെ ചെറിയ പറ്റ് വേരിന് ഇവൻ തിന്നിയല്ല. വലിയ വണ്ണമുള്ള പേരൊക്കെ ഉണ്ടാവും, തിന്നുള്ളൂ. പറ്റ് പേരൊന്നും തിന്നിയല്ല. ഇത് നമ്മൾ ഇപ്രാവശ്യം കഴിഞ്ഞ് വെച്ചാൽ മറ്റേ ഇത് ഞാൻ ഓരോ പ്രാവശ്യം മാറ്റി വെക്കണം. ഇത് പിന്നെ കുമ്മയല്ല, നീറ്റുകാക്കി മാറ്റി ഇടും. ഓരോ നീറ്റ് കാക്കി എങ്ങനെ ഉണ്ടാവും, നന്നായിട്ട് ഇടും. പിന്നെ അതിന്റെ മേലെ വന്നതെന്ന് വെച്ചാൽ ഞാൻ പൊടിമണ്ണി ഇടും. ഒരു 5 ഗ്രാം വെച്ചിട്ട്, അല്ല 1/2 ഇഞ്ച് ദൂരേത് വെള്ളം ഇടും. എന്നുവെച്ചാൽ വേര് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. അതാണ് അതിന്റെ മാറ്റം. നമ്മൾ ഇത് എല്ലാത്തിനും ഒരേപോലെ. നീലിമൂട്ടയാണ് ശരിക്കും പഴുപ്പിച്ച് കളയുന്നതെന്ന് മനസ്സിലായി. അങ്ങനെയല്ല, ഇപ്പൊ വേനയ്ക്ക് ഇത് ചൂട്ടിൽ ഇപ്പം കണ്ടില്ലേ, ഇത് വേനയ്ക്ക് ചൂട്ടിൽ നിന്ന് തിന്നും. നമ്മൾ ചെയ്യല, നമ്മൾ അതിന് അഡ്വാൻസ് ആയിട്ടാണ് ചെയ്യേണ്ടത്. എപ്പോഴും പുതുമഴ ഇപ്പം നമ്മൾ ഒന്ന് ഇനിയിപ്പോൾ ഈ ഹാർവെസ്റ്റ് സമയം ചെയ്യാൻ പാടില്ല. ഇത് കഴിഞ്ഞിട്ട് പുതുമഴ പെയ്യുമ്പോൾ അടിച്ചിന് കൊന്നുകളയാം ചുവട്ടിൽ. ഇത് അതുവരെ ഈ വേനൽക്കാലത്ത് ഇത് ഉപദ്രവിക്കൂലേ? ഇതിന് തിന്നോണ്ടിരിക്കും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അത് വരാതിരിക്കാൻ നമ്മൾ ഈ പുതുമഴയ്ക്ക് ഫസ്റ്റിൽ തന്നെ ഈ 1 മീറ്റർ ചുറ്റുവള്ളി മൊത്തം അടിച്ച് കൊന്നുകളയാം. ആ 1 മീറ്റർ വെളിയിലെ കഷ്ണത്തെല്ലാം അത് കയറി. അത് കറക്റ്റ്. ഇപ്പൊ പെട്ടെന്ന് പ്രഷർക്ക് മനസ്സിലാവും. കാരണം അത് ഇതിന്റെ വെളിയിലേക്ക് പോയ സ്ഥലക്കാണുള്ളത്. അതുള്ളത്. അപ്പൊ നമ്മൾ ആദ്യമേ നീലിമുട്ടനെ കൊല്ലുക. 5ാമത്തെ ദിവസം COC ഒഴിക്കുക. അടിക്കുന്നതെല്ലാം കൊടി അടക്കം കുളിർപ്പിച്ചടിക്കണം. ഉള്ളിലേക്ക് തന്നെ അടിച്ചു കൊടുക്കണം. പിന്നെ 20ാമത്തെ ദിവസം അതിന്റെ ലാർവേനെ കൊന്നുകളയാം. കറക്റ്റ് ഡേറ്റ് ഇട്ട് നമ്മള് അടിച്ച ഡേറ്റ് അല്ല ഓർക്കണ്ടോ, വരുന്ന ഡേറ്റ് ഓർത്ത് വെക്കാവോ. അടിച്ച ഡേറ്റ് കഴിഞ്ഞാൽ വിട്ടുപോകും. അപ്പോൾ വരുന്ന ഡേറ്റ് ഓർക്കും. ആ ദിവസം അന്ന് ചെയ്തിരിക്കും. അപ്പൊ അത് മൊത്തം പോയി. പക്ഷെ അത് തോട്ടത്തിൽ പൂർണ്ണമായിട്ട് മാറില്ല. ഈ മറ്റേതെങ്കിലും സസ്യ മണ്ണിലേക്ക് ഉണ്ടാവും, അത് പിന്നെ വരും. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് കറക്റ്റായിട്ട് വിജയിക്കുകയല്ല. അതാണ് പരാജയപ്പെട്ടു പോകുന്നത്. മിക്കവർക്കും പരാജയപ്പെട്ടു. ഒന്ന് ചെയ്താൽ പിന്നെ വരില്ല, പിന്നെയും ചെയ്യും. പിന്നെ രണ്ടാമത് പിന്നെ അടിക്കുക. പിന്നെ രണ്ടാമത് നമ്മൾ എന്തിനു ഈ പൊള്ളു വരും. അല്ല പൊള്ളല്ല, ചെറിയ തിരിക്ക് ഈ തിരി വീഴുമ്പോൾ ഈ കടുക് മണിയുടെ വലിപ്പാകുമ്പോൾ എന്ത് ചെയ്യും? ഈ ഇല ഇതിലെല്ലാം തിന്നുന്നില്ലേ, ഇതിനകത്ത് കൊല്ലാൻ വേണ്ടിയിട്ട് ഫുള്ള് അടിച്ചു കൊടുക്കും. ആ അടിക്കുമ്പോൾ ഒന്ന് മെല്ലെ ചൂടിലേക്ക് അടിച്ചു കൊടുക്കണം. എഫക്റ്റ് ആവും. അന്നേരം എന്താ ഈ പൊള്ളു കൊണ്ടൊന്നും ഉണ്ടാവില്ല. ചെറിയ പുഴു ഉണ്ട്, പറക്കുന്ന പ്രാണിയുണ്ട്. ഇവിടെ ഇപ്പൊ പ്രാണിയില്ല, കാണുന്നില്ല. ഒരു പറക്കുന്ന പ്രാണി ഉണ്ടാവും. ഇത് നീലിമുട്ടയാണല്ലോ, മില്ലിബഗാണത്. അല്ല, അത് കഴിഞ്ഞ പ്രാവശ്യം ഇത് അതിൽ പോയി. എന്റെ ചാരം പോലെ കറന്ന സാധനം. അത് ഈ 1 മീറ്ററിനുള്ളിൽ ഒരു സാധനം ഉണ്ടാവില്ല, എല്ലാം പോകും. ഈ 1 മീറ്റർ വെളിയിലാണ് അത് കടന്നത്. അതുകൊണ്ടാണ് അത് നമുക്ക് കാണാൻ പറ്റിയത്. ജീവനോടെ ഉണ്ട്. ഒരു 10-30 എണ്ണം അതിന്റെ മുകളിലുണ്ട്. അത് അവസ്ഥയ്ക്ക് വരും. അത് കഴിഞ്ഞിട്ട് തന്നെയല്ല പിന്നെ നമ്മൾ രണ്ടാമത് ഈ കടുപണിയുടെ സമയത്ത് അടിക്കണം. പിന്നെ ഇതിനുള്ളിൽ പാലാകുന്ന സമയല്ലേ, അതിന് പുള്ളു ഊറ്റി കൊടുക്കുന്ന ഉണ്ടാവും. അതിനകത്ത് നമ്മുടെ മഞ്ജുമായിട്ട് കറക്റ്റ് ക്ലാസ് എടുക്കുന്നത് അതിനടിച്ചു കൊന്നു തുടങ്ങി. അന്നേരം പിന്നെ കാര്യം 45 ആദ്യം അടിക്കുന്ന 45 ദിവസം കഴിഞ്ഞിട്ട് ഈ COCയുടെ പവർ തീരും. ആ 45 ദിവസം രണ്ടാമത് COC കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ അടിച്ചുകൊണ്ടേയിരിക്കണം. അതുമല്ല, നമ്മൾ 250 ഗ്രാമാണ് ഏത് മറ്റേ കുമ്മായി ഇടുക. 45 ദിവസം കഴിഞ്ഞ് 50ാം ദിവസത്തിനുള്ളിൽ രണ്ടാമത് കുമ്മായി ഇടും. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ സ്ലറി ഒഴിക്കും. ഒരു സ്ലറിയും ഒരു രാസവളം കഴിയും. അതായത് ജൈവവളവും രാസവളവും രണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടും മാറി മാറിക്കാണ്.
അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് ഇത്ര കൊടിയാവില്ല. ഇത് ഇല്ല ഇല്ല ഇതിപ്പോ ഇത് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 4 വർഷം ആയ ചെടിയാണിതെന്ന്. ഇതൊക്കെ 30 അടിയുണ്ട് എന്തായാലും. ഈ ലൈനിൽ മുഴുവൻ അങ്ങനെ തന്നെയാ. ഈ ലൈനിൽ താഴെവശം അത് കണ്ടാ പറയുന്നത് നമ്മൾ വീതി കൂടുതലുള്ള ഇല വന്നിട്ട് നമ്മൾ 10-8 വെച്ച് 10-8 വെക്കരുത്. അത് 10-10 10-11 ആയാലും കുഴപ്പമില്ല. വീതിയുള്ള ഇലകൾ. അത് വീതി കുറഞ്ഞ വരണം സാമ്പിൾ വെച്ചേക്കുന്നത്. ഇത് കുഴപ്പമില്ല. അതായത് ഇത് അതിന്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ അപ്പൊ ജാമിങ്ങനെ ഇത് നിറഞ്ഞിട്ടില്ല. മറ്റുള്ള കൊടി പോലെ ഇതിന് നിറഞ്ഞിട്ടില്ല. ഇത് കണ്ടോ, ഇതിനകത്ത് ഗ്യാപ്പ് ഉണ്ട്, നന്നായിട്ട് ഗ്യാപ്പ് ഉണ്ട്. ഇതാണ് മറ്റേ കൂമ്പൊക്കെയാണ്. പക്ഷെ ബാക്കി എല്ലാ കൊടിയും തിക്കായിട്ടുണ്ട്. അതെ അതെ അതെ. ഇല്ല ഇല്ല ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് ഒരു ചാണകപ്പൊടി ഇടിയല. ചാണകപ്പൊടി ഇട്ടാൽ മറ്റേ പറമ്പത്തുള്ള കീടങ്ങൾ നമ്മുടെ ഇങ്ങോട്ട് പറമ്പത്തേക്ക് വരും, മറ്റുള്ള സസ്യങ്ങൾ വരും. ഈ ചാണകവളം കുഴപ്പമൊന്നുമില്ല. ഈ സ്ലെറിയാകുമ്പോൾ ഒരു കുഴപ്പമില്ല, വളർച്ചയും കിട്ടും. അതുപോലെ കുമ്മായി ഇട്ട് 45 ദിവസം കുമ്മായി ഇടണം. പിന്നെ COC അടിച്ച് 45 ദിവസം കഴിയുമ്പോൾ അതിന് 40 ദിവസം തന്നെ ഉള്ളൂ. 40 ദിവസം 50 ദിവസം കൊണ്ട് രണ്ടാമത് അടിക്കണം. അല്ലെങ്കിൽ എന്താ ചോദിച്ചാൽ പിന്നെ നമ്മുടെ ദ്രുതവാട്ട പോലത്തെ രോഗങ്ങൾ പെട്ടെന്ന് കയറും. പക്ഷെ അത് പറയുന്നത് നല്ല ഹെൽത്തി നിൽക്കുകയാണ്. വർഷക്കാലത്ത് കൊണ്ട് ഒന്നും പിടിയേക്കില്ല. പിന്നെ നന്നായിട്ട് ഷെയ്ഡ് ഇത് നല്ല സൂര്യപ്രകാശം കാറ്റ് പെട്ടെന്ന് വരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഒന്ന് ധൈര്യമായിട്ടൊക്കെ ചെയ്യാൻ ധൈര്യമായിട്ട് കിട്ടുന്നൊരു ഈൽഡ് കിട്ടും. ഇതൊക്കെ ഏകദേശം എല്ലാം തന്നെ 30 അടി മുകളിലേക്ക് പോയിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള എല്ലാം. ഇത് കർണാടകത്തിൽ പോയിട്ട് തോട്ടം കാണുന്നവർക്ക് മനസ്സിലാവും. ഏകദേശം ഒരു കർണാടകത്തിൽ പോയ ഒരു ഫീലാണ് നമുക്ക് കുഞ്ഞാട്ടൻ്റെ തോട്ടത്തിൽ നിൽക്കുമ്പോൾ തോന്നുന്നത് കേട്ടോ. ഈ ഒരു ഏരിയ മുഴുവൻ അങ്ങനത്തെ കൊടികളാണ്. കുഞ്ഞേട്ടാ, ആ ഒരു കൊടി കുറച്ച് വലിയ വലിപ്പത്തിൽ, അതായത് വൈഡായിട്ട് നിൽക്കുന്നതായിട്ട് ഈ കൊടി ഇതേതാണ്? അറക്കളമുണ്ടിയാണോ? അത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മരം നോക്കി കൊടി ഇട്ടിരുന്നു. ഈ കൊടിക്ക് അതിന് മേലേക്ക് വളരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം തിരിച്ചു വരും. വലിപ്പം കുടിപ്പ് ഇതിപ്പോ നമുക്ക് രണ്ടാള് പിടിച്ചാൽ റൗണ്ടിൽ എത്തില്ല. 3 ആള് റൗണ്ടിൽ പിടിച്ചാൽ കൈക്ക് പിടിച്ചാൽ എത്തുള്ളൂ. പക്ഷെ എന്റെ ചോദ്യം, ഇതിനകത്ത് മുളക് കുറവും ഇല കൂടുതലും. ഇലയിലേക്ക് സൂര്യപ്രകാശം കിട്ടുന്നില്ല. വലിയ വലിപ്പം. അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് നോക്കൂ, അടിവേല് ഇല്ല. കുഞ്ഞേട്ടാ, ഞാനൊരു ക്ലാസ്സിൽ കേട്ടത് ഈ ഇറക്കി കുഴിച്ചിടുന്നതിനെ കുറിച്ച് അത് നല്ലതാണെന്ന് പറയുന്നു. എന്നാൽ ചിലർ പറയുന്നു അങ്ങനെ ഇറക്കി കുഴിച്ചിടുന്നത് ശരിയല്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു വള്ളി കിടപ്പില്ലേ, ഇതിനെ ഇറക്കി കുഴിച്ചിടുന്നത് നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാനതിന് യോജിക്കാത്തൊരു നല്ലതാണ്, കുഴപ്പമില്ല, നല്ല വളർച്ച കിട്ടും. അതിന് യോജിക്കാത്തൊരു പ്രശ്നം വെച്ചാൽ ഇപ്പോൾ വണ്ടിക്ക് വീണെടുക്കുമല്ലേ. അതെ. ഇതിൻ്റെ ഇലകളെല്ലാം ഞുള്ളിക്കളഞ്ഞിട്ടാണ് നമ്മൾ ഈ പതിയിടുക, പതിച്ചിടുക അല്ലേ. ഇതിലെല്ലാം വേറെ ഇറങ്ങി ഓരോ മുട്ടിലും. അപ്പോൾ ഓരോ വേരിലും ഏകദേശം ഫസ്റ്റ് ഏകദേശം ഈ വണ്ണുണ്ടാവും. അപ്പം 8 മുട്ടയിൽ നിന്ന് 8 പേരായില്ലേ. അതെ. ഈ 8 പേരിൽ നിന്ന് എത്ര ചെറിയ പേരുകൾ, നമ്മൾ നമ്മുടെ ഭാഷ പറഞ്ഞ പിന്നെ ഈ പന്നവേര് എന്ന് പറയും. പന്ന എന്ന് പറഞ്ഞാൽ വളം വലിക്കാനുള്ള ചെറിയ വേരുകൾ അല്ലേ. ഇത് ഒരുപാടുണ്ടാവും. ഈ വേര് മുഴുവൻ വളം വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് പെട്ടെന്ന് കയറും ചെയ്യും. അപ്പോൾ ഇതിനെ ചുവട്ടിൽ എത്ര പേരാ ഉള്ളത്? 2 അല്ലെ 3 പേരുണ്ടാവുക അല്ലേ. ഗ്രാഫ്റ്റ് ഇതായിട്ടുണ്ട് അല്ലേ, 3 പേരല്ലേ ഉണ്ടാവുക. ഇതിനെത്ര ഉണ്ടാവും? ഇതിന് 3ഉം ഇത് 8, 11 പേരായില്ലേ. അതെ. ഈ 11 പേരിൽ ഇതിന്റെ പറമ്പട സാറിന് ഈ പറമ്പത്ത് മീലിമുട്ടയുണ്ട്. ഈ 13 പേരിൽ ഏതെങ്കിലും ഒരു പേരിൽ മീലിമുട്ട പിടിച്ചാൽ പാഞ്ഞു കയറും. എല്ലാത്തിനും ഈ വേരെന്ത് ചെയ്യും? ഈ കൊടിയുടെ വട്ടത്തിൽ കിടക്കുക. ഇതിന്റെ ചുവട്ടിൽ ഇങ്ങനെ പുറത്തേക്ക് വരും. എന്റെ അനുഭവം വെച്ച് പറയുന്നതാണ്, പ്രായോഗിക എന്റെ പെട്ടെന്ന് കയറും. പക്ഷെ 1-2 വർഷം കൊടി വളർച്ചയുണ്ട്. 3 വർഷം ഈ വേര് 1 മീറ്റർ വേരിലേക്ക് ചാടി ഇതിൽ തീറ്റ കിട്ടാതെ വരുമ്പോൾ ഇങ്ങോട്ട് വരും. അപ്പൊ എന്ത് ചെയ്യും? ഈ വീഴുന്ന 1 മീറ്റർ വീഴുന്ന ഈ നീല, നമ്മൾ അവിടെ നിന്ന് കണ്ട നീലുമോട്ടാണ് ഇതിലേക്ക്. ഇവര് 3 വർഷങ്ങളിൽ തന്നെ പരമാവധി മാന്തി കയറും. നമ്മൾ അടിക്കുന്ന ഈ ഭാഗങ്ങൾ അടിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഈ നീലമോട്ട് കയറി കൊടി കളയും. അതിന് നല്ലത് എന്താ സംഭവം വെച്ചാൽ, ഇങ്ങനെ വരുന്ന കൊടികൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഇത്
പിടിയാൽ ഇപ്പം ഇതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കയറി വരുമ്പോൾ തന്നെ അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെ ചേർത്ത് കെട്ടുക. ഇവിടെ കെട്ടിയില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറയും ഇങ്ങനെ ചേർത്ത് കിട്ടും. അത് വളർത്തി വിടരുത്, കൊടി ഒരിക്കലും വളർത്തി വിടാൻ പാടില്ല. ഏത് കയറി വള്ളി പോലെ പോരുത്, പുതിയ തലകളൊന്നും കയറി വിടരുത്. അന്നേരം എന്ത് ചെയ്യുക, ഒരു ഇലയുടെ എക്സാം എടുക്കുക. ഇതിപ്പോൾ ഒരു ഇല മുകളിലുണ്ട്, ഒരു ഇല താഴെയുണ്ട്. ജസ്റ്റ് ഈ വള്ളി വെച്ചാൽ ആദ്യം ഒരു വള്ളി വെച്ച് കെട്ടുക. ഓക്കെ, ഇത് കെട്ടിയില്ലേ, അപ്പം ഇത് ഊർന്നു പോയി ഇല, ഇത് ബലത്തിൽ ഇരിക്കുകയും ചെയ്യും, ഇത് ഈ മരത്തെ അട്ടക്കാല പിടിക്കുകയും ചെയ്യും. ശരി, മനസ്സിലായി. രണ്ടാമത് ഇല ഇവിടെ കൂമ്പ് വരില്ലേ, ഈ കൂമ്പങ്ങ് അതായത് ഞുള്ളിക്കളയണം. ഇതുപോലെ ഇതുപോലെ വരുന്ന കൂമ്പുകൾ ഇവിടെ വെച്ച് ഞുള്ളിക്കളയണം. ഇത് കളയാനാണ് നമ്മുടെ ഈ കർഷകർക്ക് പലർക്കും മടി. കാരണം തളർത്ത് വരുന്ന സാധനം പൊട്ടിച്ച് കളയുന്ന എങ്ങനെയാണെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് ആർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും കളയില്ല. അത് ധൈര്യമായിട്ട് അങ്ങ് കളഞ്ഞു, ഒരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കളഞ്ഞു കഴിയുമ്പോൾ എന്താ എന്തെന്ന് പറയുക, ഈ ഒരു തണ്ടേന്ന് ഒരു തണ്ട് കൂടി കിളും. രണ്ടെണ്ണമായി. ഈ 2 തണ്ടേന്ന് എത്ര കിളുത്തു? 4 എണ്ണം. ഇനി അപൂർവം കിളുത്തില്ല എന്ന് വിചാരിച്ചിട്ടെ, ഇപ്പൊ നല്ല ശക്തി കിളുത്തിട്ടില്ലെങ്കിൽ രണ്ടാമത് വരുന്ന പിന്നീട് വരുന്ന ഈ രണ്ട് ഇല കഴിഞ്ഞിട്ട് ഈ ഇലയും കഴിഞ്ഞിട്ട് ഈ ഇലയിലേക്ക് എത്തിയില്ലേ, ഇതിന്റെ കൂമ്പ് അങ്ങ് ഞുള്ളിക്കളി. അതിന്റെ മുകളിൽ വരുമ്പോ 80% 4 തണ്ടായി. അപ്പൊ ഈ പൊളിച്ചിടുന്ന അങ്ങ് ഒഴിവായി. അതെ, ആ പൊളിച്ചൽ ഒഴിവാക്കിട്ട് അപ്പൊ 4ആയിട്ട് നിറഞ്ഞു കയറും. നിറഞ്ഞു കയറും. പിന്നീട് അല്ല, നിറഞ്ഞു കയറും, പിന്നെ ശക്തിയിൽ കയറും. നമ്മള് ഞാൻ ചെയ്യുന്ന വളം ചെയ്താലേ കയറുള്ളൂ, പിന്നെ ശക്തിയിൽ കയറൂലേ. അന്നേരം എന്ത് ചെയ്യും, ഒന്നും കൂടി ചുള്ളിക്കളി. അന്നേരം എന്താണ്, ഇതുപോലത്തെ കവര കൊടുക്കും. ഇതാണ് മുളക് ഉണ്ടാകുന്ന കണ്ണി അല്ലേ. അന്നേരം എന്താ സംഭവം, ഇതുകൊണ്ട് എന്റെ ഇവിടെ അങ്ങനെ കയറിയൊക്കെ കാണാം. അങ്ങനെ അന്നേരം എന്താ സംഭവിക്കാന്ന് ചോദിച്ചാല് അടി കെട്ടും മുളക്. മനസ്സിലായി. അങ്ങനെ ഈ കാണുന്ന മുളകൊക്കെ വരുന്നത്. അത് ക്ലിയർ ആട്ടോ, നല്ല. ഇത് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യും. കുഞ്ഞേട്ട ഇത് പറിക്കാനായിട്ടും കുറേ ഇങ്ങനെ ചോട്ടിലിങ്ങനെ വീണ് കിടപ്പുണ്ട്, എല്ലാത്തിനും ഇവിടെ. അപ്പൊ നമ്മൾ കയറി ചവിട്ടുമ്പോ ഒരു മടി തോന്നുന്നുണ്ട്, കാരണം പലതിനും ചവിട്ടുമ്പോ പൊഴിഞ്ഞു പോകുന്നുണ്ട്. അതെന്തുകൊണ്ട്? 4 ദിവസം മുമ്പ് മഴ പെയ്ത്, അതുകൊണ്ട് അത് ഇങ്ങോട്ട് വന്നില്ല. പിന്നെ 2 ദിവസം മീറ്റിംഗ് അല്ലേ, ആ 4 ദിവസം ഗ്യാപ്പാണ്. ആ ഗ്യാപ്പില് ഇത്രയും മഴ ഇത് തോന്നും. അപ്പൊ ഇത് അപ്പുറത്തും ഉണ്ടല്ലോ, അപ്പൊ എല്ലാവരും ഓടി വെച്ചില്ലല്ലോ എന്നുള്ള ഒരു കുഴപ്പമുണ്ട്, വിഷമമുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ അല്ലേ. കുഞ്ഞേട്ട ഇങ്ങനെ കുറെ പ്ലാസ്റ്റിക് കവറും ബോട്ടിലൊക്കെ കണ്ടു. ഇതേതാണ് സാധനം? ഇതാണോ നിങ്ങൾ ചെയ്യുന്നത്? വഴിയിലേക്ക് കൊണ്ടുവരും. വഴിയിൽ നിന്ന് ലാസ്റ്റ് വരുമ്പോൾ മോള് തൊട്ട് പെറക്കി കിട്ട് വരുന്നതാ, വഴി സൈഡിലേക്ക് എടുത്ത്. അത് ഇത് ഞാൻ ആദ്യം അടിച്ച ടാറ്റാമടയാ. ഇത് ഫംഗിസൈഡ് ആണോ? അത് എന്താണ് സിസ്റ്റം? അതായത് ഇത് ഫംഗിസൈഡല്ല, ഇത് ഉള്ള പ്രാണികൾ കീടങ്ങളെ മൊത്തം ഒന്ന് കളയുന്ന സാധനമാണ്. ഇത് ഒഴിക്കുന്ന ആദ്യം നമ്മൾ ഫസ്റ്റിൽ അടിക്കുന്ന സാധനം തന്നെയാണ്. ഇതിന്റെ അളവൊക്കെ എങ്ങനെയാ? ഇത് ഈ 1 ലിറ്റർ ഞാൻ 2 മില്ലി വരെ, 1.5 തൊട്ട് 2 മില്ലി വരെ ചേർക്കുന്നത്. ഇത് ഞാൻ 2ാം പ്രാവശ്യം അടിച്ചേക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇത് 1.5 മില്ലി ഞാൻ ചേർത്തുള്ളൂ. പിന്നെ വേറെ ഒന്നും ഉണ്ടല്ലോ. ഇത് അതല്ല, ടാറ്റയുടെ അല്ല, ഇതാണ് അതിൻ്റെ പശ. ഇത് സാറ് നമ്മൾ ആരും ഉപയോഗിക്കില്ല. ഇച്ചിരി വിലയുണ്ട്. ഇത് 500-ന് 1100 രൂപ വിലയുണ്ട്. 500 മില്ലിക്ക് 1000? സാധാരണക്കാരായ ചെറിയ കിട കർഷകർക്കൊക്കെ എങ്ങനെ മേടിക്കാൻ പറ്റും? മറ്റേ ലോക്കൽ മെഡിക്കൽ ലാഭം ഇത്. ഇത് 200 ലിറ്ററിൽ 60 മില്ലി മതി. മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ബാക്കി എടുത്തു ഉപയോഗിക്കാം. ഇതിന്റെ എക്സ്പയറി ഡേറ്റ് 26. ഇത് കഴിഞ്ഞ വർഷം അടിച്ചായിരിക്കണം. അവിടുന്ന് വഴിയിലേക്ക് എടുത്തിട്ട് നടക്കുന്ന വഴിക്ക് എടുത്തിട്ടിരിക്കുന്നത്. പിന്നെ വന്നത് കൊസൈഡ് 2000. കൊസൈഡ് 2000 ഇതാണ് ഈ ലാസ്റ്റ് മെയ് നവംബറിൽ അടിച്ചാൽ വരുന്നത്. ഇതെന്താണ് സാധനം? ഇത് കോപ്പർ ഹൈഡ്രോക്സൈഡ്. ഇതല്ലേ കോപ്പർ ഹൈഡ്രോക്സൈഡ് 53.8. ഇത് വളരെ നല്ല. പിന്നെ ഞാൻ ചെയ്ത മരുന്ന് വളം ചെയ്തില്ല, ഇപ്പൊ നവംബർ വളം ചെയ്തായിരുന്നു. അതേതാ? എന്താ ഇതാണ് ഇപ്പൊ ആരുടെ മരുന്ന് വളം ഉപയോഗിച്ച്. ഇപ്പോഴും വളം തീർന്നു. അതിന്റെ കളർ അവിടെ കാണുന്നുണ്ട്, മണ്ണ് മാറ്റി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്താ സംഭവിക്കുന്നത് അറിയാൻ പറ്റും. ഇവിടെ വളത്തിൻ്റെ ഇത് തീർന്നു. പിന്നെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങൾ എവിടെയുണ്ട്. ഞാൻ എന്താ സംഭവിക്കുന്നത്, പൊടിക്ക് എങ്ങനെയുണ്ട് ആണോ നമ്മുടെ പൊടിക്ക് നല്ല ഗ്ലേസിങ്, നല്ല മുളകൊക്കെ ഇത് കണ്ടല്ലോ. മുളകൊക്കെ ഇത് P9. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല ഗ്ലേസിങ് ആയി, കാര്യങ്ങളായി, തിളക്കം ഒരു നൈസ് ഇലയായി, തിളക്കായി, നല്ല കറുപ്പായി.
ഇതിനകത്തൊക്കെ ഇതുണ്ട് കേട്ടോ. ഉണ്ട്. പക്ഷെ അത് ഈ നവംബറിൽ അടിച്ചപ്പോൾ എല്ലാം പോയി. ഇത് ചത്തുപോയതായിരിക്കും അല്ലേ? ചത്തുപോയി. നമ്മളില്ലാന്ന് പറയും, നമ്മുടെ മണ്ണിൽ ഉണ്ടെന്നതിൻ്റെ പ്രതീക്ഷ നമ്മൾ എപ്പോഴും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. നമ്മൾ ഈ ചെയ്യുന്ന മരുന്ന് കണ്ടിന്യൂസ് വളവും മരുന്നും ചെയ്താൽ ഈ കൊടി രക്ഷപ്പെടും. ഒരു പ്രാവശ്യം ചെയ്തിട്ട് പിന്നീട് അടുത്ത വർഷം മുളക് പറിക്കാൻ പോയാൽ കൊടി ഉണ്ടാവില്ല. ഇതെന്താണ് കുഞ്ഞാടാ? ഇതാ ഞാൻ പൊള്ളിനടിക്കുന്നത് കരാട്ട്. നല്ല റിസൾട്ട്. പൊള്ളിന്റെ മരുന്നല്ലേ? ഇത് വില 969, 950 1 ലിറ്ററാ? 1 ലിറ്റർ. ഇതിന്റെ കണക്കൊക്കെ അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അടിച്ചു കൊടുക്കുക. അതേത് സമയത്ത് അടിക്കല് സാധാരണ? അത് പിന്നെ മുളക് ഏകദേശം പാല് വരുന്ന ഒരു ഞെക്കുമ്പോ ഇങ്ങനെ അത് അങ്ങനെ അടിക്കാം. പിന്നെ കടുകിന്റെ വലിപ്പം കഴിഞ്ഞു അടിച്ചാൽ ഒറ്റ ട്രിപ്പ് അടിച്ചാൽ മതി. ഇത് അല്പം സ്ട്രോങ് നീല പെയിന്റാണ്. ഇത് മഞ്ഞാണ്. സൂക്ഷിക്കണം. നീലയാണ് പേടിക്കേണ്ടത്? അല്ല, ചുവപ്പ് പേടിക്കണം, മഞ്ഞയും പേടിക്കണം, നീല പേടിക്കണം. പേടിക്കണ്ട, പേടിക്കണം. പക്ഷെ അത്രയും പേടിക്കണ്ട. ഇത് ഡേഞ്ചറാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ശരി. അപ്പോൾ പ്രേക്ഷകരായ കർഷകർക്ക് ഈ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിൽ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതിൻ്റെ മറുപടി കമൻറ്റിൽ തന്നെ നൽകുന്നതായിരിക്കും കേട്ടോ. 8 10 ഉണ്ടാവുമല്ലോ. 8ാമത്തെ ആളായിരുന്നു. 7ാം കൂടി 7ാമത് കൃഷ്ണനാണ് 7ാമത്തെ ആളാണ്. അപ്പോൾ ഇതില് എല്ലാം ഉണ്ട്. മരക്കമ്പനി ഉണ്ടായിരുന്നു, ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരുന്നു, പിന്നെ എല്ലാം ഉണ്ട്. ഇപ്പോഴും എല്ലാം ഉണ്ട്. ഇതെന്നൊക്കെ വേറിട്ടുകൊണ്ട് കൃഷിയിലേക്ക് വന്നു, ഈ മണ്ണിലേക്ക് വന്നു. ആ മണ്ണിൽ വന്നുകൊണ്ട് അതിന്റെ പരീക്ഷണം നടത്തി, നിരീക്ഷണം നടത്തി, അതിന്റെ അവസാനം അതിന്റെ ഉയർച്ചയിലേക്ക് വന്നു. ഇപ്പൊ ഒരു വാക്ക് കൂടെ പറഞ്ഞു. ലാസ്റ്റ് 10 കിലോമീറ്റർ 1 കിലോ കുറഞ്ഞാൽ വലിയ പ്രശ്നമല്ല. 1 കിലോ കുറഞ്ഞ പ്രശ്നം നമ്മൾ കിടക്കുന്നത്. കാരണം നമുക്ക് അത്രേ ഉള്ളൂ. അപ്പൊ ആ മനസ്സിനാണ് അതിനാണ് ഞാൻ ഒരു കൈ കൊടുത്തത്. അതുകൊണ്ട് ഒരിക്കലും കൂടി എന്റെ കൈ കൊടുത്തു. ഓക്കെ, എല്ലാവർക്കും